അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി കർണാടകത്തിലെ കാർവാർ തുറമുഖത്ത് നിന്നാണ് യാത്ര ചെയ്തത്. INS വാക്ഷീറിലാണ് ദ്രൗപദി മുർമു യാത്ര ചെയ്തത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നിരുന്നു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, രാഷ്ട്രപതിയുടെ അന്തർവാഹിനിയിലെ യാത്ര അതൊരു പ്രത്യേക അനുഭവമാണ് എന്ന് രാഷ്ട്രപതി എക്സിൽ കുറിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ശ്രീകാന്ത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർണാടക കാർവാറിലെ INS കദംബ നേവൽ ബേസിൽ നിന്നാണ് ഇന്ന് അന്തർവാഹിനിയിൽ യാത്ര തിരിച്ചത്. അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2006-ൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തർവാഹിനിയിൽ യാത്ര ചെയ്തിരുന്നു രാഷ്ട്രപതിയായിരിക്കെ. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇനി ഒരു യുദ്ധം പാകിസ്ഥാനുമായ ഒരു സംഘർഷമോ മറ്റോ ഉണ്ടായാൽ അത് പടിഞ്ഞാറൻ തീരമേഖലകളിലായിരിക്കുമെന്നും അത് സർക്രീക്കുമൊക്കെയായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകുമെന്നും ഈ രാഷ്ട്രീയ നിരീക്ഷകരും യുദ്ധ നിരീക്ഷകരും ഒക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ നേവൽ സ്ട്രെങ്ത് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഇതിനോടകം തന്നെ ശ്രമം തുടങ്ങുകയും ചെയ്തു. നമ്മുടെ നേവിക്ക് കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആദരവർപ്പിക്കുന്നതിനും അവരുടെ കാര്യശേഷി കൂട്ടുന്നതിനും ഒക്കെ തന്നെ സർവ്വസൈന്യാധിപയുടെ സന്ദർശനം അത് ഗുണം ചെയ്യും. അന്തർവാഹിനിയിൽ രാഷ്ട്രപതി യാത്ര ചെയ്യുമ്പോൾ അത് നേവി സംവിധാനങ്ങൾ മാത്രമല്ല, അത് ഈ രാജ്യത്തിന്റെ തന്നെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് അംബാല എയർബേസിൽ നിന്നും രാഷ്ട്രപതി റഫേൽ യുദ്ധവിമാനത്തിൽ പറന്നിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ INS കദംബയിൽ നിന്നും അന്തർവാഹിനിയിലും യാത്ര ചെയ്തിരിക്കുന്നു. ശ്രീകാന്ത്, അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു കർണാടകത്തിലെ കാവാർ തുറമുഖത്ത് നിന്നാണ് യാത്ര ചെയ്തത്. INS വാക്ഷീറിലാണ് ദ്രൗപദി മുർമു യാത്ര ചെയ്തത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നിരുന്നു. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.